ഖുതുബി തങ്ങളുടെ മുമ്പിലിരുന്ന് തുഹഫ എന്ന കിതാബ് തുഹഫ എന്ന കിതാബ് ഓതിയ പണ്ഡിതന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മണിരക്തമേ ഈ കേരളത്തിലുള്ളൂ. അത് മഹാനായ ഹസ്രത്ത് ശൈഖുനാ ശൈഖുസ്സമാൻ എന്ന് തന്നെ പറയാം. അത് വലിയാണ്. കെ.പി. അബൂബക്കർ ഹസ്രത്ത് റളിയല്ലാഹു അൻഹു ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു. ദക്ഷിണയുടെ രോമാഞ്ചമായിരുന്നു. ആലിമീങ്ങൾക്ക് അവിടുന്ന് താങ്ങായിരുന്നു. പാവപ്പെട്ടവർക്ക് തണലായിരുന്നു. ഏതാള് മുമ്പിൽ ചെന്നാലും മോനെ എന്നൊരു വിളിയുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. സത്യത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കണ്ട, പണ്ഡിതന്മാരുടെ പണ്ഡിതനാണ് മഹാനായ കെ.പി. അബൂബക്കർ ഹസ്രത്ത് ഖുതുബി തങ്ങളുടെ ശിഷ്യനാണ്. ഈ തെക്കൻ കേരളത്തിൽ രണ്ട് പണ്ഡിതന്മാരാണ് തോളിൽ കൈയിട്ട് കൊണ്ട് വന്നത്. ആരൊക്കെയാണെന്നറിയുമോ? ഒന്ന് കെ.പി. അബൂബക്കർ ഹസ്രത്താണ്. രണ്ട് ഖാദിസിയുടെ പ്രിൻസിപ്പൽ മഹാനായ ശൈഖുനാ ഹൈദ്രോസ് ഉസ്താദാണ്. അവർ രണ്ടുപേരും ആ എറണാകുളം ഭാഗത്തു നിന്ന് തെക്കൻ കേരളത്തിൽ വന്നവരാണ്. അവരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾപ്പെട്ട രണ്ട്. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഏതായാലും കെ.പി. അബൂബക്കർ ഹസ്രത്ത് സാധാരണ മനുഷ്യനല്ല, അത് വലിയാണ്. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ഈ യാത്ര എന്ന് പറയുന്നത് മൗത്തുൽ ആലിം മൗത്തുൽ ആലം. ആ ഒരു പണ്ഡിതന്റെ മരണം അത് ലോകത്തിന്റെ തന്നെ മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് നമുക്ക് ഓടിച്ചെല്ലാൻ കെ.പി. അബൂബക്കർ ഹസ്രത്തിനെ പോലെ ഒരാളില്ല. അല്ലാഹുവേ, കെ.പി. ഉസ്താദിന്റെ ദർജയെ നീ ഏറ്റണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം ഈ സദസ്സിലുള്ള എല്ലാവർക്കും നീ തരണേ അല്ലാഹ്. അവസാനത്തെ ശ്വാസം വരെ ദക്ഷിണയോടൊപ്പം നിൽക്കാൻ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്.